ആദ്യം ബംഗളൂരുവിലെ അരും കൊലയുടെ വാർത്തയിലേക്കാണ്. ബംഗളൂരുവിൽ അസം സ്വദേശിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന പ്രതി ആരവിന്റെ മൊഴി. മായ ഗൊഗോയ്ക്ക് മറ്റൊരു പ്രണയബന്ധമുണ്ടോ എന്ന ആരവിന് സംശയമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന പ്രതി പോലീസിന് മൊഴി നൽകി. ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള ഇരുവരുടെയും പരിചയം പ്രണയബന്ധമായി വളർന്നു. സമീപകാലത്ത് ആരവ് കൂടുതൽ സമയം ഫോണിൽ സംസാരിച്ചത് മായയോടാണെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ ഇതിനിടെ മായക്ക് മറ്റ് പ്രണയബന്ധമുണ്ടോ എന്ന സംശയം ആരവിൽ ഉടലെടുത്തിരുന്നു. അപ്പാർട്ട്മെന്റിലെ മുറിയിൽ വെച്ച് ഈ കാര്യത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായെന്നാണ് ആരവിന്റെ മൊഴി. തുടർന്ന് മായയെ അപായപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതിനായി കത്തിയും കയറും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് റൂമിലെത്തിച്ചു. കൃത്യം നടപ്പിലാക്കിയതിനു ശേഷം താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് ആരവ് പറയുന്നത്. മുറിയിലെ ഫാനിൽ തൂങ്ങി ജീവനൊടുക്കാനുള്ള ശ്രമം നടക്കാതെ വന്നതോടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞത്. ശേഷം വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വിളിച്ച് ബന്ധുക്കളോട് ആരവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരവിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആരവിന്റെ സമീപകാലത്തെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 24 ബംഗളൂരു.